എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേൾക്കുവാനായിട്ടിടയായി. ഇടുക്കിയിലുള്ള ഒരു പാസ്റ്ററും വൈഫും കൂടെ അവരുടെ പ്രസവം, അതായത് ഭാര്യയുടെ പ്രസവം, മൂന്നാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് എടുത്തു. അത് ആ കുഞ്ഞ് മരിച്ചു പോകുവാനായിട്ട്, നവജാത ശിശു മരിച്ചു പോകുവാനായിട്ടിടയായി എന്നൊരു ന്യൂസ് കേൾക്കുവാനായിട്ടിടയായി. അപ്പോൾ ഇവരുടെ ആ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേറെ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങളുടെ പ്രസവവും ഇവർ വീട്ടിൽ തന്നെയായിരുന്നു എടുത്തത്. അത് പ്രകാരം അവർ മൂന്നാമത്തെ പ്രസവം എവിടെയാണ്? വീട്ടിൽ തന്നെ എടുക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ഇവർ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, അതായത് ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആശാ വർക്കേഴ്സും എല്ലാവരും വന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോകണം, ചികിത്സ തേടണം എന്നൊക്കെ ഇവരോട് പറഞ്ഞു. എന്നാൽ ഇവരതൊന്നും കൈക്കൊള്ളുവാൻ തയ്യാറായില്ല. ഇവർ വീട്ടിൽ തന്നെ പ്രസവം എടുക്കുവാനായിട്ടും ഇടയായി. ആ കുഞ്ഞ് മരിച്ചു പോകുവാനായിട്ടും ഇടയായി. ഓക്കെ, ഇനി അവരുടെ 2 കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത്, ആ കുഞ്ഞുങ്ങൾ ഇവർ സ്കൂളിലും വിടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് അത്ര ഫെയ്ത്താണ്, ഇവർ ദൈവത്തിൽ അങ്ങനെ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ആ പാസ്റ്റർ തിരുവല്ലയിലും അവിടെ എവിടെയെങ്ങാണ്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ മിനിസ്ട്രി ചെയ്യുന്നത് എന്നും കൂടെ അവരവിടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ എന്താണ്, ദൈവം നമ്മൾക്ക് ഒരു ജ്ഞാനം തന്നിട്ടുണ്ട്, അല്ലേ? നമ്മൾക്കൊരു വിവേകം തന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാ രോഗങ്ങൾ വന്നാലും ഒന്നും സൗഖ്യം ദൈവം കൊടുക്കാറില്ല, അല്ലേ? എല്ലാ രോഗങ്ങൾക്കും പെന്തക്കോസ്തുകാരോ അല്ലെങ്കിൽ വിശ്വാസികളോ ക്രിസ്ത്യൻ സമൂഹം ആരുമാകട്ടെ, ആർക്കെങ്കിലും എല്ലാവർക്കും സൗഖ്യം കിട്ടാറുണ്ടോ? ഇല്ല. ഇനി രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാർ, അതുപോലെയുള്ള ശുശ്രൂഷകന്മാർ, അവർക്കും രോഗം വരുന്നു, അവരും ഹോസ്പിറ്റലുകളിൽ പോകുന്നു, അല്ലേ? എല്ലാവരുടെയും വിഷയത്തിൽ എന്ത് സംഭവിക്കുന്നില്ല? രോഗശാന്തി നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? അത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അല്ലെ? ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് ഓരോരുത്തരെയും കുറിച്ചും. ആ ഒരു ക്രമപ്രകാരം മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി മറുഭാഗത്ത് നമ്മളുടെ ദൈവം സർവശക്തനാണ്, യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല, അത് സത്യം തന്നെയാണ്. എന്നാൽ എല്ലായിടത്തും ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇതൊക്കെ ദൈവം തന്നെ നമ്മൾക്ക്, അല്ലേ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോവുക. ഇനി റെയർ കേസുകളിൽ ഹോസ്പിറ്റലുകളിൽ പോകാൻ എന്താ പറയുക, നിർവാഹമില്ലാത്തവരുണ്ടാകും, അല്ലേ? തുടർ ചികിത്സയ്ക്ക് പോകുവാനും ഒന്നും നിർവാഹമില്ലാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം കരുണ കാണിച്ച് അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയുക. എന്നാൽ ഇന്നത്തെ ഈ കേരളത്തിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, അല്ലേ? പ്രത്യേകിച്ച് BPL കാർഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഫ്രീ ആണ്, ഒന്നും നമ്മളവിടെ പൈസയായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നവരാകരുത്. ഇങ്ങനത്തെ ഹോസ്പിറ്റലിൽ പോകാത്ത കേസുകൾ, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്. അതൊക്കെ ഏത് പെന്തക്കോസ്താണെന്നാണ് പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ ഈ പെന്തക്കോസ്തിലും ഇങ്ങനത്തെ വിഭാഗമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ കുറേ പേര് ചുമ്മാ ഈ എന്താ പറയുക, ഓവർ ഫെയ്ത്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, നമ്മൾ ദൈവത്തെ ഓവറായിട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെയും കൂടെ വിശ്വാസം ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവത്തിന് നമ്മളെയും കൂടെ വിശ്വാസമുണ്ട്. എന്നാലേ അവിടെ എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഈ ദൈവത്തിന് എങ്ങനെയാണ് നമ്മളിൽ വിശ്വാസം ഉണ്ടാകുന്നത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, അല്ലെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴൊക്കെയാണ് എന്താണ് നമ്മളിലും ദൈവത്തിനൊരു വിശ്വാസം ഉണ്ടാകുക. എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞതും അനുസരിക്കുന്ന കൂട്ടത്തിലുള്ളതാണെന്ന് മനസ്സിലായി കഴിയുമ്പോഴേ ദൈവത്തിന് നമ്മളിലും ഒരു വിശ്വാസം വരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ആ 2 കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നില്ലെന്ന് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെപ്പാടെ എന്തോ പോലെ ആയിപ്പോയി. കാരണം ആ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുകയാണ്, അല്ലേ? ഇന്ന് നമ്മൾക്ക് വലിയ വലിയ സ്കൂളുകളിൽ വിടുവാൻ പൈസ ഇല്ലെങ്കിലും അവർക്ക് എന്താണ്, ഗവൺമെൻറ് സ്കൂളുകളുണ്ടല്ലേ, അവിടെ വേണമെങ്കിലും വിട്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. അവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഭാവിയുടെ വഴികളെ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ എന്താ പറയുക, വചനം എഴുതിയ ലൂക്കോസ്, അല്ലേ? ലൂക്കോസിനെ എടുത്തു നോക്കുമ്പോൾ ലൂക്കോസ് ആരായിരുന്നു? ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു, അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. ഇനി ലൂക്കോസ് തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ ലൂക്കോസ് ആരായിരുന്നു? വൈദ്യനായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി ഒരു ഡോക്ടറായിരുന്നു എന്ന് അർത്ഥം. എന്ന് വെച്ചാൽ പുള്ളി നന്നായി പഠിച്ചിട്ടുണ്ട്, അല്ലേ? പഠിച്ചതുകൊണ്ടാണല്ലോ പുള്ളി ഡോക്ടറായത്. അപ്പോൾ പുള്ളി ഡോക്ടറായതിൻ്റെ അർത്ഥം എന്താണ്? രോഗികൾ വരും, അവരെ ചികിത്സിപ്പിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഡോക്ടറായിരിക്കുന്നത്. ഇനി ഈ ഒരു മെത്തേഡ് വേണ്ട, അതായത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകണ്ട,
ദൈവം തന്നെ സൗഖ്യം തരും എന്നാണ് എങ്കിൽ ഒരിക്കലും ലൂക്കോസിനെ ദൈവം എന്താ പറയുക വൈദ്യനാക്കാൻ അനുവദിക്കുമോ? ഇല്ല അല്ലേ? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എല്ലാത്തിനകത്തും ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കത്തൊന്നുമില്ല. ഞാൻ മുൻപേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പ്രധാനമായിട്ടും 3 വിധത്തിലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതായത് ഈ രോഗസൗഖ്യം അതുപോലെയുള്ള അത്ഭുതങ്ങൾ നമ്മൾക്കറിയാം അല്ലേ? ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചില അത്ഭുതങ്ങൾ നടക്കുന്നതറിയാം. അതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഒന്നെന്താണ്? ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ഇനി രണ്ടാമതെന്താണ്? ഏത് വ്യക്തികളുടെ ജീവിതത്തിലാണ് അത്ഭുതം ചെയ്യേണ്ടത് ആ വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അത്ഭുതം നടക്കും. ഇനി മൂന്നാമതെന്താണ്? ഏത് വ്യക്തിയാണോ ശുശ്രൂഷകൻ ആ വ്യക്തിയെ ദൈവത്തിനൊന്ന് മാനിക്കണമെന്ന് തോന്നിയാൽ അവിടെ എന്താകും? അവിടെ അത്ഭുതം നടക്കും. അങ്ങനെയാണ് മെയിനായിട്ടും എന്താ പറയുക, മെയിനായിട്ട് 3 വിഷയങ്ങളിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ വരും. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകൾ അല്ലെ സൗഖ്യമുണ്ടല്ലോ, സത്യമാണ്, സൗഖ്യമുണ്ട്, അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല എന്ന് കരുതി ഈ ലോകത്തിൽ രോഗികളാകുന്നില്ലേ? അത്ഭുതങ്ങൾ ചെയ്തവർ രോഗികളാകുന്നില്ലേ? അത്ഭുത പ്രവർത്തകർ രോഗികളാകുന്നില്ലേ? കർത്താവിൻ്റെ കൂടെ നടന്ന പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് പനി വന്നിട്ട് പുള്ളിക്കാരത്തിനെ സൗഖ്യപ്പെടുത്തിയെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയൊക്കെ രോഗം വന്നിട്ടുണ്ട്. 3.5 വർഷക്കാലം യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്തു, പരസ്യ ശുശ്രൂഷ ചെയ്തു അല്ലേ? അവിടെ എല്ലാ രോഗികൾക്കും ദൈവം സൗഖ്യം കൊടുത്തതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന കുറേ പേർക്കാണ് ദൈവം സൗഖ്യം കൊടുത്തിരിക്കുന്നത്. അടുത്ത് വന്ന എല്ലാവർക്കും സൗഖ്യം കൊടുത്തു അല്ലേ? എന്നാൽ എല്ലാവരും ചെന്നുമില്ല, എല്ലാവരുടെ അടുത്തോട്ടും ദൈവം ചെന്ന് സൗഖ്യം കൊടുത്തിട്ടുമില്ല എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ദൈവത്തിൻ്റെ ഓരോ പർപ്പസ് അനുസരിച്ച്, അതായത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ദൈവം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോന്നും ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ പരമാധികാരം പ്പെട്ട കാര്യമാണ്. ഇനി എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു, എനിക്ക് സൗഖ്യം കിട്ടണമെന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അല്ലേ? അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു പരമാധികാരമാണ്. അപ്പോൾ എന്ന് കരുതി അടുത്തിരിക്കുന്ന ആൾക്ക് സൗഖ്യം കിട്ടിയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാതിരിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കാരണം ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് വേറെ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് വേറെ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ പോകേണ്ട കേസുകളിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോവുക. ഇനി നമ്മൾക്കറിയാം ഈ രോഗമെന്ന് പറയുന്നത് അല്ലേ? രോഗമെന്ന് പറയുന്നത് നമ്മൾക്കറിയാം നാച്ചുറലായിട്ട് നമ്മളെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾക്ക് രോഗങ്ങളൊക്കെ അല്ലേ? ചെറിയ പനി പോലും വരാത്ത ആരാ ഉള്ളേ അല്ലേ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോവുക, മരുന്ന് മേടിക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ വലിയ രോഗങ്ങളൊന്നും ദൈവം ഇന്ന് വരെ തന്നിട്ടില്ല, ഇനി അങ്ങോട്ട് തരത്തുമില്ല ദൈവം. ഒരു പനി, ജലദോഷം, ചുമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. പക്ഷേ എനിക്കിങ്ങനെ നല്ല പനിയൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഇന്ന് വൈകുന്നേരമാണ് പനി തുടങ്ങിയത്, അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെയാണ് പനി തുടങ്ങിയതെങ്കിൽ ഞാനിരുന്ന് ആ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുകയെന്ന് വെച്ചാൽ ഇടയ്ക്കൊരു പാരസെറ്റമോളൊക്കെ എടുത്ത് കഴിക്കും. എന്നിട്ട് ഞാൻ രാത്രിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു സൗഖ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആയിട്ടും എനിക്ക് കുറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഫീലിംഗ് ബെറ്റർ, എനിക്ക് ബെറ്റർ ആയിട്ടില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ പോകും. ഒരു 2 പാരസെറ്റമോളൊക്കെ തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങേക്ക് ഹിതമെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യപ്പെടുത്തണമേ. ഇനി അതല്ല കർത്താവേ, ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയി നല്ലൊരു ചികിത്സ തേടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ ആ വഴിക്കൊന്ന് ഗൈഡൻസ് തന്നയക്കണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുക. കാരണം എല്ലാ കേസുകളിലും ഒന്നും ദൈവം ഇടപെടാത്തഞ്ഞിട്ടല്ല, ദൈവം അറിയാഞ്ഞിട്ടുമല്ല, അതിന് ദൈവത്തിൻ്റെ പർപ്പസ് പ്രകാരമായിരിക്കും ദൈവം ഇടപെടുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടെ നമ്മൾ തിരിച്ചറിയുക. എത്രയോ പ്രവാചകന്മാർ മറ്റുള്ളവരോട് പ്രവചനം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല ഹോസ്പിറ്റലുകളിൽ പോകാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി ആരോഗ്യമില്ലാത്തവരോട് നല്ല ഭക്ഷണം കഴിക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദൈവം ഇടപെടും, അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇനി രോഗമെന്ന് പറയുന്നത്, ചില രോഗങ്ങളുണ്ട് നമ്മൾക്ക് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാലും അതിന് പിടുത്തം കിട്ടത്തില്ല. എന്ന് വെച്ചാൽ അവിടെ എത്ര നമ്മൾ എന്താ പറയുക സ്കാൻ ചെയ്താലും ഇനി എക്സ്റേ എടുത്താലും ബ്ലഡ് ടെസ്റ്റ് നടത്തിയാലും ഒന്നും ചില രോഗങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിൽ രോഗികളാണ്, എന്നാൽ അത് കണ്ടുപിടിക്കുവാൻ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കുവാൻ പറ്റുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നമ്മളുടെ പൈസ പോകുന്നു എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതെന്താണ്? അത് പൈശാചികമായ രോഗങ്ങളാണ്, പൈശാചിക ശക്തികൾ കൊണ്ടയിടുന്ന രോഗങ്ങളാണ്. അങ്ങനെയുള്ള രോഗത്തിന് നമ്മൾ ഏത് ഹോസ്പിറ്റലുകളിൽ പോയിട്ടും കാര്യമില്ല. ആ പിശാചിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ സാമ്പത്തികത്തെ തകർക്കുക, നമ്മളുടെ ആരോഗ്യത്തെ തകർക്കുക. ആരോഗ്യം എങ്ങനെയാണ് തകരുന്നത്?
നമ്മളുടെ മനസ്സ് തകർന്നു കഴിയുമ്പോൾ നമ്മളുടെ ആരോഗ്യം ഓട്ടോമാറ്റിക്കായിട്ട് തകർന്നു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ മാനസികമായി നമ്മളെ തകർക്കുക, നമ്മളുടെ സാമ്പത്തികത്തെ തകർക്കുക, നമ്മളുടെ സമാധാനത്തെ തകർക്കുക, നമ്മളുടെ പ്രാർത്ഥനയെ തകർക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി പിശാച് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടയിടുന്ന രോഗങ്ങളാണ്. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അതിനെന്ത് കിട്ടത്തില്ല, അതിന് വിടുതൽ കിട്ടത്തില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊരു കാര്യവും അതിനകത്ത് ചെയ്യാനില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി പിശാച് അങ്ങനെ കൊണ്ടയിടുന്നതിന് കാരണം എന്താ? അവന് എന്തെങ്കിലും നമ്മളൊക്കെ മനുഷ്യരാണ്, എന്തെങ്കിലും ഒരു ഹോൾ അവനുണ്ടാകും നമ്മളിൽ. അതുകൊണ്ടായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞ് നമ്മളെന്താണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ദൈവമേ എൻ്റെ കുറവുകളെ ക്ഷമിച്ച്, അല്ലെങ്കിൽ എൻ്റെ പോരായ്മകളെ ക്ഷമിച്ച്, കർത്താവെ ഇവിടുത്തെ സൗഖ്യം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? സൗഖ്യം തരും. ഇനി നമ്മളുടെ ജീവിതത്തിൽ കുറവുകളല്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്താണ് നമ്മളെ തളർത്തി കളയുവാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥനയിൽ ആത്മീയത്തിൽ തളർത്തി കളയുവാനൊക്കെ വേണ്ടിയിട്ട് പിശാച് ചില പോരുകളും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനകത്തുനിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചെടുക്കണം. ദൈവം വിടുതൽ തരികയും ചെയ്യും. അല്ലെങ്കിൽ ദൈവം അതിനുള്ള ഗൈഡൻസ് നമ്മൾക്ക് തരും. കാരണം അതിന് ഹോസ്പിറ്റലുകളിൽ ചികിത്സയില്ല, അത് ദൈവം തന്നെ സൗഖ്യമാക്കേണ്ടതാണ്. ഇനി വേറെ രോഗങ്ങൾ വരും അല്ലേ, അതിനൊക്കെ നമ്മൾക്ക് ഹോസ്പിറ്റലുകളിൽ ചികിത്സയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ രോഗങ്ങളും വരുമ്പോൾ ആരും പ്രാർത്ഥിക്കരുത്, നേരെ ഹോസ്പിറ്റലിൽ പോകണം, ഫൈനൽ ഘട്ടത്തിൽ മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ തിരിച്ചറിയണം, രോഗങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അത് ഒന്ന് പൈശാചികം കൊണ്ടിടുന്ന രോഗമാണോ, രണ്ട് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ തേടേണ്ടതാണോ എന്നുള്ളത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനുള്ളൊരു ഉത്തരം നമ്മൾ ദൈവത്തിൽ നിന്നും നമ്മൾ പ്രാപിച്ചെടുക്കുക. കാരണം അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ ദൈവം നമ്മളെയും വിശ്വസിക്കണം. നമ്മളെ വിശ്വസിച്ച് കഴിയുമ്പോഴാണ്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം നമ്മളെ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി, ഇനി ചിലരുണ്ട് ഏത് രോഗം വന്നാലും ഉടനെ പറയും, ഇത് ബന്ധനമാണ്, പോരാണ്, പൈശാചിക പോരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി ഇതേപോലെ അമ്മച്ചിക്ക് കാലിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ അത് ബന്ധനമാണ്, പോരാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഇരുന്നു. കുറേ നാളുകൾ അമ്മച്ചി അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഈ അമ്മച്ചി ഹോസ്പിറ്റലുകളിൽ പോകുകയില്ല, മരുന്നെടുക്കുകയില്ല, ഒന്നും ചെയ്യില്ല. എന്നിട്ട് അപ്പോൾ അവസാനം അമ്മച്ചിക്ക് നടക്കാൻ മേലാത്ത സിറ്റ്, നന്നായി പ്രാർത്ഥിക്കും, ഉപവസിക്കും, എല്ലാം ചെയ്യുന്ന അമ്മച്ചിയാണ്. പക്ഷേ ഈ അമ്മച്ചി അവസാനം ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടിയും ഓപ്പറേഷൻ ചെയ്യേണ്ടിയൊക്കെ ഒരു അവസ്ഥ വന്നു. ഓർക്കുക, അതുകൊണ്ട് എല്ലാം നമ്മൾ ബന്ധനമാണ്, പോരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. എല്ലാ രോഗങ്ങളും അങ്ങനെയല്ല. ചികിത്സ തേടേണ്ടതിന് നമ്മൾ പോയി ചികിത്സ തേടുക. ഇനി അതിനുള്ള സംവിധാനം നമ്മൾക്കില്ല എങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക, ദൈവം അതിനകത്ത് പ്രവർത്തിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവം നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യത്തില്ല എന്നല്ല, രോഗസൗഖ്യം തരത്തില്ല എന്നല്ല. നമ്മളുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നു, എത്രയോ പ്രാവശ്യം ദൈവം സൗഖ്യം തന്നിരിക്കുന്നു അല്ലേ. ചില രോഗങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും വലിയ മാരകമായ രോഗങ്ങളിലോട്ടൊക്കെ പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ട സ്ഥാനത്തൊക്കെ ദൈവം നമ്മൾക്ക് എത്ര പെട്ടെന്ന് ഒരു ആരാധനയിൽ നമ്മൾക്ക് വിടുതൽ തന്നിട്ടുണ്ട് അല്ലേ. എത്രയോ നമ്മൾ രാത്രിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദൈവദാസന്മാരിലൂടെ നമ്മൾക്ക് വിടുതലുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ ദൈവം ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ തിരിച്ചറിയുക. ആ പ്ലാൻ പ്രകാരം ജീവിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്താകത്തുള്ളൂ, ഒരു വിജയകരമായ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ അവർ ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല അല്ലേ. ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞ് മരിച്ചു പോകത്തുണ്ടായിരുന്നില്ല, ദൈവം രക്ഷിക്കുമായിരുന്നു. എന്നാൽ അവർ, എനിക്ക് തോന്നുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്ന വിധത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണ്, ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാതിരിക്കുന്നതൊക്കെ എത്ര ബുദ്ധിശൂന്യമായ കാര്യമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ബൈബിളെങ്കിലും വായിക്കാൻ പറ്റണ്ടേ അല്ലേ. അതൊക്കെ എത്ര ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് എന്താണ്, ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം അല്ലേ. തലമുറകളെ നല്ല രീതികളിൽ എത്തിക്കാനൊക്കെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തടസ്സം നിന്ന് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടുമോ? ഇല്ല. കാരണം ദൈവത്തിൻ്റെ പർപ്പസിനനുസരിച്ച് നിന്നു കൊടുത്താൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ജയമുണ്ടാകത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഈ കുറേ പേര് പണ്ടൊക്കെ ഉണ്ട്, പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളിലില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ ഫെയ്ത്തും വളരെ വലുതാണ് അല്ലേ. അവരുടെ ഫെയ്ത്തും വളരെ വലുതാണ്, അതിനനുസരിച്ചുള്ള അത്ഭുതങ്ങളും നടന്നു. ഇന്ന് നടക്കത്തില്ല എന്നല്ല, എന്നാൽ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളുടെ ലെവൽ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ലെവൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എല്ലാം ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. ഓക്കെ,
പാലിക്കേണ്ടത് നമ്മൾ പാലിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ദൈവം നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന കൽപ്പനകൾ പാലിക്കാനും അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാനും ഒക്കെ നമ്മൾ തയ്യാറാവുക തന്നെ വേണം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ ചുമ്മാ വേറൊരാൾക്കിട്ട് ജീവിതത്തിൽ അത്ഭുതം ചെയ്തത് കണ്ടിട്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കരുത്. കാരണം അവരുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള പർപ്പസ് ആയിരിക്കുകയല്ല എൻ്റെ ജീവിതത്തിലുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ മറ്റുള്ളവരുടെ മുൻപിൽ ദൂഷിപ്പിക്കുന്ന പ്രവർത്തികളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങുക, ദൈവത്തോട് ആലോചന ചോദിച്ച് നീങ്ങുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.